സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലകളിൽ യാത്രാ നിയന്ത്രണം. തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യത. കളയിക്കാവിള കൊലപാതകത്തിൽ നഷ്ടമായ പണം കണ്ടെത്തിയെന്ന് സൂചന. 7 ലക്ഷം രൂപ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായാണ് സൂചന. ഇന്ന് പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. അതേസമയം പ്രതി സജികുമാറിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. തമിഴ്നാട് പോലീസ് പ്രതിയെ ഇന്ന് കുഴിത്തുറ കോടതിയിൽ ഹാജരാക്കും. സർക്കാരിനെ വെല്ലുവിളിച്ച മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ചിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം. 1 രൂപയ്ക്ക് ഗതിയില്ലാത്ത സർക്കാർ ഹൈറിച്ചിനെ തകർക്കാൻ ശ്രമിക്കുന്നതായി ഗ്രൂപ്പ് ലീഡർമാരുടെ ഓഡിയോ സന്ദേശം. വേണ്ടിവന്നാൽ സർക്കാരിനെതിരെ സമരം ചെയ്യുമെന്ന് മുന്നറിയിപ്പ്. ഹൈറിച്ച് മീഡിയ, ജസ്റ്റിസ് ഫോർ ഹൈറിച്ച് പാർട്ട്നേഴ്സ് എന്നീ ഗ്രൂപ്പുകളിൽ ഹൈറിച്ച് ഉടമകളും ലീഡർമാരും ചേർന്ന് തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പാണിത്. കൊച്ചി വൈപ്പിനിൽ തീരദേശവാസികളുടെ റോഡ് ഉപരോധം. എടവനക്കാട് തീരപ്രദേശ മേഖലയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. കടൽക്കയറ്റമാണ് ഉപരോധത്തിന് കാരണം. ഇടുക്കിയിൽ കാലവർഷം കനത്തു. പാംഗ്ല, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. പെരിയാർ, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. എറണാകുളത്ത് കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മലയോര മേഖലകളിൽ രാത്രി യാത്രകൾക്ക് നിയന്ത്രണം. കണ്ണമാലിയിലും നായരമ്പലത്തും കടലാക്രമണം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ഉള്ളിക്കൽ, വഴത്തൂർ, മണിക്കടവ് ചപ്പാത്തുകൾ വെള്ളത്തിൽ മുങ്ങി. വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ ഇരിട്ടി താലൂക്കിലെ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. പത്തനംതിട്ടയിൽ കനത്ത മഴ. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മൂഴിയാർ ഡാമിൽ റെഡ് അലേർട്ട്. ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ തുറന്നേക്കും. ആങ്ങമുഴി, സീതത്തോട് ഭാഗങ്ങളിലും ജലനിരപ്പ് ഉയരുന്നു. കക്കാട്ടാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോട്ടയത്തും മഴക്കെടുതി രൂക്ഷം. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോട്ടയം കുമരകം റോഡിൽ വിള്ളലിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി നിരോധിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലപ്പുറത്തും ശക്തമായ മഴ. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. പൊന്നാനിയിലും വെളിയങ്കോടും പാലപ്പെട്ടിയിലും കടലാക്രമണം രൂക്ഷം. 50ഓളം വീടുകളിൽ വെള്ളം കയറി. 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ലക്ഷദ്വീപിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും സാധ്യത. തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനം ഒഴിവാക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും കടലുമായി ബന്ധപ്പെട്ട വിനോദ പരിപാടികൾ ഒഴിവാക്കാനും നിർദ്ദേശം.
മലയാളത്തിന്റെ സ്വന്തം ഒളിമ്പ്യൻ PT ഉഷയ്ക്ക് ഇന്ന് 60ാം പിറന്നാൾ. ലോക കായിക ഭൂമികയിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ PT ഉഷയെ മറികടക്കുന്ന ഒരു താരം ഇനിയും ഉദയം കൊള്ളാനിരിക്കുന്നതേയുള്ളൂ. ലോസ് ഏഞ്ചൽസിൽ നഷ്ടമായ ഉഷയുടെ ഒളിമ്പിക് വെങ്കല നേട്ടത്തിനും ഈ വർഷം 40 വയസ്സ് തികയും. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുമെന്ന് ധനമന്ത്രി. പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് 900 കോടി രൂപ. അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ കാലാവധി നീട്ടി സർക്കാർ. ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി നീട്ടിയത് 1 വർഷത്തേക്ക്. നടപടി അടുത്ത മാസം അവസാനം വിരമിക്കാനിരിക്കെ. ഇതോടെ 2025 ജൂൺ വരെ DGP ആയി തുടരാം. ലോക്സഭയിലേറ്റത് വലിയ തോൽവിയെന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ. തിരുത്തൽ നടപടികൾ ആരംഭിച്ചു. തോൽവിക്ക് ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് അസംബന്ധം. KK ശൈലജയുടെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയാകണമെന്നത് ജനങ്ങളുടെ ആഗ്രഹമല്ല. EP ജയരാജന്റെ വെളിപ്പെടുത്തലിൽ തിരുത്തലുണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി. MV ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ ന്യൂസ് മലയാളത്തോട്. കനത്ത മഴയെ തുടർന്ന് മംഗളൂരുവിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശം. കോഴിക്കോട് കേന്ദ്രമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിക്കാൻ മന്ത്രിസഭാ യോഗം. 2 ഘട്ടങ്ങളിലായാണ് സ്ഥാപിക്കുക. ഹൈറ്റ്സ് ആണ് നിർവഹണ സമിതി. 558.68 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കുന്നതിന് അനുമതി നൽകി. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2023 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 9770 ഡെങ്കി കേസുകൾ. 37 മരണങ്ങളും ഉണ്ടായെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ആലപ്പുഴയിൽ പരിശീലനം കഴിഞ്ഞെത്തിയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നിയമനം റദ്ദാക്കി PSC. കിടങ്ങര സ്വദേശി രേഷ്മ M. രാജനാണ് പരിശീലനം പൂർത്തിയാക്കിയിട്ടും ജോലി നഷ്ടമായത്. മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ പരാതി അംഗീകരിച്ചാണ് രേഷ്മയുടെ നിയമനം PSC റദ്ദാക്കിയത്. മാർക്ക് കൂട്ടുന്നതിൽ PSCക്കുണ്ടായ പിഴവാണ് നിയമനം റദ്ദാക്കാൻ കാരണമെന്ന് രേഷ്മയുടെ പരാതി. കുമരകത്ത് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. പരസ്യ ബോർഡുകൾ മറിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണു. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഷീറ്റ് മേൽക്കൂര, വാട്ടർ ടാങ്ക് അടക്കം സ്ഥാനം തെറ്റി നിലം പൊത്തിയും നാശനഷ്ടം. കൃഷി ആവശ്യങ്ങൾക്കുള്ള നെൽവിത്തും കക്കയും ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ മേൽക്കൂര ഷീറ്റും തകർന്നു. കാറ്റിൽ 60ഓളം ഏത്തവാഴയും നശിച്ചു. കേരള ബാങ്കിനെ C ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തി. ബാങ്കിന് തിരിച്ചടിയായത് 7% കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി 11% കൂടിയതാണ്. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വ്യക്തിഗത വായ്പ നൽകാൻ പാടില്ലെന്ന കർശന നിയന്ത്രണം. ഇതിനോടകം വിതരണം ചെയ്ത വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചു പിടിക്കണമെന്നും നിർദ്ദേശം. ചെറുകിട കച്ചവടക്കാരെ വലച്ച് സംസ്ഥാന സർക്കാരിന്റെ K-സ്മാർട്ട്. വ്യാപാരികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനേകം രേഖകൾ K-സ്മാർട്ട് വഴി ലൈസൻസ് പുതുക്കാൻ ആവശ്യം. പുതിയ നിബന്ധനകൾ പലർക്കും തിരിച്ചടിയായിട്ടുണ്ട്. ലൈസൻസ് പുതുക്കാനുള്ള സമയം അവസാനിക്കുക ഈ മാസം 30-ന്.
കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായ പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായിക്ക് ഓണറേറിയവും ഓഫീസ് ചെലവും അനുവദിച്ച സർക്കാർ. നടപടി കലാമണ്ഡലം രജിസ്ട്രാറുടെ അപേക്ഷാപ്രകാരം മല്ലിക സാരാഭായിയെ കലാമണ്ഡലം ചാൻസലറായി നിയമിച്ചത് 2022 ഡിസംബറിൽ. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയിൽ കുറ്റപത്രം സമർപ്പിച്ച CBI. കുറ്റപത്രം 5 പേർക്കെതിരെ. CBI ഡൽഹി യൂണിറ്റ് കുറ്റപത്രം നൽകിയത് തിരുവനന്തപുരം CJM കോടതിയിൽ. ഫൈവ് ജി ലേലത്തിൽ 6857 കോടി രൂപ ചെലവഴിച്ച എയർടെൽ ഏറ്റെടുത്തത് 97 മെഗാഹെർട്സ് സ്പെക്ട്രം 20 വർഷത്തേക്ക്. 5G സ്പെക്ട്രം വിൽപ്പനയിൽ നിന്ന് 11,300 കോടി രൂപ സമാഹരിച്ച കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിൽ നന്ദി പറഞ്ഞ രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവ് എന്നത് വെറും ഒരു പദവിയല്ല, വലിയ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ. രാജ്യത്തെ ദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും കർഷകരുടെയും ആയുധമാണ് ഭരണഘടന. അതിനെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും എക്സിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് കത്തയച്ച MK സ്റ്റാലിൻ ജാതി സെൻസസ് നടത്തണമെന്നാവശ്യം. 2024 സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ലെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്ന നൊബേൽ സമ്മാന ജേതാവ് അമർത്യ സെൻ. വിചാരണ കൂടാതെ ആളുകളെ തടവിലാക്കുന്നതിനും വിമർശനം. നൊബേൽ സമ്മാന ജേതാവിന്റെ വിമർശനം അമേരിക്കയിൽ നിന്ന് കൊൽക്കത്തയിൽ മടങ്ങിയെത്തിയപ്പോൾ. മുതിർന്ന BJP നേതാവ് LK അദ്വാനി ആശുപത്രിയിൽ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് ഡോക്ടേഴ്സ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി നേതാവ് ദീപക് ബാബരിയ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ വോട്ട് 47.69% ഉയർന്നതിൽ രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചുവെന്നും ബാബരിയ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ലധികം സീറ്റ് നേടാൻ കഴിയുമെന്നും ബാബരിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. 3ാം മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം രാഷ്ട്രപതിയുടെ ആദ്യ പാർലമെന്റ് പ്രസംഗം. രാജ്യസഭാ സമ്മേളനത്തിനും ഇന്ന് തുടക്കമാകും. നീറ്റ് പേപ്പർ ചോർച്ചാ കേസിൽ ചോദ്യം ചെയ്യൽ തുടർന്ന് CBI. ഇന്നലെ രാത്രി പരീക്ഷാ കേന്ദ്രമായ ഒയാസിസ് സ്കൂളിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു. പ്രിൻസിപ്പൽ അടക്കം 2 പേരെയാണ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ വിട്ടയച്ചു. തമിഴ്നാട് കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 63ആയി. വിഷമദ്യം കഴിച്ച് ആശുപത്രി വിടാതെ ചികിത്സയിലുള്ളത് 200-ലധികം പേർ. വിഷവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ഈ ആഴ്ച സമർപ്പിക്കും. ഹരിദ്വാറിൽ കൊല്ലപ്പെട്ട 13 വയസ്സുകാരി നേരിട്ടത് ക്രൂര പീഡനമെന്ന് റിപ്പോർട്ട്. കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിലായി. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. തിങ്കളാഴ്ചയാണ് പെൺകുട്ടിയെ കാണാതായത്. പിന്നീട് ബഹദ്രാബാദ് ഹൈവേയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പ്രതി ആദിത്യരാജിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന BJP ജനറൽ സെക്രട്ടറി. മണിപ്പൂരിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനം അനുഭവപ്പെട്ടത് ബാങ്കുര ജില്ലയിലെ ബിഷ്ണുപൂർ മേഖലയിൽ. ഈ മാസം ആദ്യം റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു.
കേരളത്തിലും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.2 തീവ്രത രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. ഭൂകമ്പമുണ്ടായത് കർബി ആംഗ്ലോങ് ജില്ലയിൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ബീഹാറിൽ ഇടിമിന്നലേറ്റു മരിച്ചത് 8 പേർ. മരണം 6 ജില്ലകളിൽ വിവിധയിടങ്ങളിലായി നടന്ന അപകടങ്ങളിൽ. മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. 4 ലക്ഷം രൂപയാണ് ധനസഹായം. അയോധ്യയിൽ ചോർച്ചയില്ലെന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പത് റായ്. ശ്രീകോവിലിൽ വെള്ളം കയറിയിട്ടില്ലെന്നും ചമ്പത് റായ് വിശദീകരിച്ചു. വൈദ്യുതി കമ്പികൾ സ്ഥാപിക്കാൻ ഉറപ്പിച്ച പൈപ്പുകളിൽ നിന്നാണ് മഴവെള്ളം ഇറങ്ങിയതെന്ന് നിർമ്മാണ കമ്മിറ്റി ചെയർമാനും വിശദീകരണം നൽകി. ചെന്നൈയിലെ ഫോക്സ്കോൺ പ്ലാന്റിൽ വിവാഹിതരായ വനിതകളെ ജോലിക്കെടുക്കില്ലെന്ന വാർത്തയിൽ റിപ്പോർട്ട് തേടി കേന്ദ്രം. തമിഴ്നാട് സർക്കാരിനോടാണ് വിശദീകരണം തേടിയത്. ജോലിയിലേക്കാൾ ശ്രദ്ധ കുടുംബകാര്യങ്ങളിലായിരിക്കുമെന്ന കാരണത്താലാണ് വിവാഹിതരായ വനിതകൾക്ക് തൊഴിൽ നൽകാത്തതെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ചെന്നൈ ശ്രീപെരുമ്പത്തൂരിലെ ഐഫോൺ അസംബ്ലി പ്ലാന്റിൽ നിന്നും വിവാഹിതകളെ ഒഴിവാക്കിയതായാണ് കണ്ടെത്തൽ. ഡൽഹി എയർപോർട്ടിൽ 138 ഗ്രാം കൊക്കൈനുമായി യുഗാണ്ടൻ പൗരൻ അറസ്റ്റിൽ. പിടികൂടിയത് 1.38 കോടിയുടെ കൊക്കൈൻ. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് കസ്റ്റംസ്. UAE-യിലുടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഷോപ്പിംഗ് നടത്താനും ഭക്ഷണം കഴിക്കാനും ഇനി നിലവിലുള്ള UPI ആപ്പ് ഉപയോഗിക്കാം. ഇതിനായി ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള UPI ആപ്പ് ഉപയോഗിച്ച് പണമിടപാട് നടത്താം. എല്ലാ ഇടപാടുകളും ഇന്ത്യൻ രൂപയിൽ പ്രോസസ് ചെയ്യപ്പെടും. പേയ്മെന്റ് സമയത്ത് മെഷീനിൽ നിലവിലുള്ള കറൻസി വിനിമയ നിരക്ക് വ്യക്തമാക്കി പ്രദർശിപ്പിക്കുകയും ചെയ്യും. അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ഇവാൻ ഗഷ്കോവിച്ചിന്റെ രഹസ്യ വിചാരണ റഷ്യയിൽ ആരംഭിച്ചു. വിചാരണ റഷ്യയുടെ സൈനിക വ്യാവസായിക രഹസ്യങ്ങൾ ശേഖരിക്കുന്ന US ഏജന്റായി ഇവാൻ പ്രവർത്തിച്ചുവെന്ന ആരോപണത്തിൽ. ഇവാൻ അറസ്റ്റിലായത് 2023 മാർച്ചിൽ. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടറായിരുന്നു ഇവാൻ. സ്വവർഗാനുരാഗികളായ സൈനികർക്കെതിരെയുള്ള സൈനിക നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടി അവസാനിപ്പിച്ച അമേരിക്ക. പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം. 2013 വരെ അമേരിക്കയിൽ സൈനികരും സ്വവർഗാനുരാഗം കുറ്റകരമായിരുന്നു. ഈ തീരുമാനം ആയിരക്കണക്കിന് സൈനികർക്ക് ആശ്വാസമാകുമെന്നാണ് കണക്കാക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് US സൈനികനെതിരെ കേസെടുത്ത് ജപ്പാൻ. സംഭവം അമേരിക്കൻ സൈനിക താവളമുള്ള ജാപ്പനീസ് ദ്വീപ് ശൃംഖലയായ ഒക്കിനാവയിൽ. ഇത്തരം സംഭവങ്ങൾ അമേരിക്കൻ സൈന്യത്തോടുള്ള വിശ്വാസ്യത തകർക്കുന്നെന്ന് ജപ്പാൻ. ഫ്രാൻസിൽ ശമ്പളം സമയത്തിന് കിട്ടിയിട്ടും ജോലിയൊന്നും നൽകാത്തതിന് തൊഴിലുടമയ്ക്കെതിരെ പരാതി നൽകി യുവതി. പരാതി ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ഓറഞ്ചിനെതിരെ. 20 വർഷത്തോളം ശമ്പളം കിട്ടി. ജന്മനാ വൈകല്യമുള്ള യുവതിയെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി ജോലിയൊന്നും നൽകിയില്ലെന്നാണ് പരാതി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ച ദമ്പതികൾക്ക് തടവ് വിധിച്ച് കോടതി. കുട്ടിയെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് സ്കൂളിൽ ചേർക്കാമെന്ന വ്യാജേന. എന്നാൽ സ്കൂളിൽ ചേർക്കാതെ കുട്ടിയെ 3 വർഷത്തിലേറെ പെട്രോൾ പമ്പിലും കൺവീനിയൻസ് സ്റ്റോറിലും ജോലി ചെയ്യാൻ നിർബന്ധിതയാക്കുകയായിരുന്നു. പ്രതി ഹർമൻപ്രീത് സിംഗിന് 11 വർഷവും കുൽബീർ കൗറിന് 7 വർഷവുമാണ് തടവ്. നഷ്ടപരിഹാരവുമായി 1.87 കോടി രൂപ നൽകാനും കോടതി വിധിച്ചു.
അന്യഗ്രഹ ജീവികൾ ഭൂമിയെ സംരക്ഷിക്കുന്നെന്നും അജ്ഞാത പേടകങ്ങൾ ഭൂമിയെ പ്രതിരോധിക്കാനെന്നുമുള്ള സിദ്ധാന്തത്തെ പിന്താങ്ങുന്നതായി പ്രശസ്ത ഗവേഷകൻ ഡോക്ടർ ഗാരി നോളൻ. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയിട്ടുണ്ടെന്നതിൽ തനിക്ക് 100% ഉറപ്പുണ്ടെന്നും ഗാരി. പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ ഗാരി നോളൻ നൊബേൽ പ്രൈസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ നടത്തം താൽക്കാലികമായി നിർത്തിവെച്ചു നാസ. തീരുമാനം ബഹിരാകാശ യാത്രികന്റെ സ്യൂട്ടിന്റെ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് വെള്ളം ചോർന്നതിനാൽ. അധികൃതരുടെ അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തിയാൽ ജയിൽ ശിക്ഷ നൽകാൻ ബഹ്റൈൻ. സാമ്പത്തിക ഇടപാടുകൾ, ചിട്ടികൾ, മറ്റുള്ളവരെ സഹായിക്കാനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മറ്റെന്ത് ആവശ്യത്തിനാണെങ്കിലും അനുമതി പ്രധാനമാണ്. ജയിൽ ശിക്ഷയും നാടുകടത്തലുമാണ് ശിക്ഷാവിധി. ഇത് സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത വേണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ. ഫോർമുല 1 ലോക ചാമ്പ്യനായ മൈക്കൽ ഷൂമാക്കറുടെ കുടുംബത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത അച്ഛനും മകനും അറസ്റ്റിൽ. ഷൂമാക്കറുടെ കുടുംബം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. ലക്ഷക്കണക്കിന് യൂറോ തന്നില്ലെങ്കിൽ ഡാർക്ക് വെബിൽ ഡാറ്റ ചോർത്തുമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടതായി അധികൃതർ. അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റവാളികളെ കണ്ടെത്തിയത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. ഗാർഹിക തൊഴിലാളികൾക്ക് രാജ്യം വിടുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി ഖത്തർ. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന ഗാർഹിക തൊഴിലാളി 5 ദിവസം മുൻപെങ്കിലും മെട്രോഷ് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ നൽകണം. തൊഴിലുടമയുടെ അനുമതിയില്ലാതെ രാജ്യം വിടാനാകില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ടാൽ തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട അതോറിറ്റികളെ സമീപിക്കാമെന്നും നിർദ്ദേശം. ഇന്ത്യയിലും UAE-യിലും പ്രാദേശിക കറൻസികളിൽ വിനിമയം നടത്താവുന്ന ജയ്വാൻ ഡെബിറ്റ് കാർഡുകൾ ജനങ്ങളിലേക്ക്. പദ്ധതി പ്രചാരത്തിലുള്ള 1 കോടി ഡെബിറ്റ് കാർഡുകൾക്ക് പകരമായി 2.5 വർഷത്തിനകം ജയ്വാൻ കാർഡുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ജയ്വാൻ കാർഡുകൾക്ക് സാങ്കേതിക സൗകര്യമൊരുക്കി ഇന്ത്യയുടെ റുപേ കാർഡ്. നിലവിൽ രാജ്യാന്തര കമ്പനികളായ വിസയും മാസ്റ്ററുമാണ് UAE ബാങ്കുകൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത്. ബഹ്റൈനിൽ നിർബന്ധമാക്കി വേനൽക്കാല ഉച്ചവിശ്രമം. ലംഘിച്ചാൽ ജൂലൈ 1 മുതൽ കർശന നടപടി. നിർദ്ദേശം തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാന്റേത്. ഉച്ചവിശ്രമ സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ 4 മണി വരെ. അറബ് ലോകത്തെ ഗതാഗതക്കുരുക്കിൽ കുവൈറ്റ് സിറ്റി 6ാം സ്ഥാനത്ത്. നഗരങ്ങൾക്ക് റാങ്ക് നൽകിയത് പ്രമുഖ ട്രാഫിക് ഡേറ്റ അനാലിസിസ് കമ്പനിയായ ഇൻറിക്സ് പുറത്തിറക്കിയ ഗ്ലോബൽ ട്രാഫിക് സ്കോർ റെക്കോർഡ് ഫോർ 2023 അനുസരിച്ച്. ദുബായാണ് തിരക്കേറിയ അറബ് നഗരം. റിയാദും അബുദാബിയും തൊട്ടു പിന്നിലുണ്ടെന്ന് റിപ്പോർട്ട്. നായ്ക്കളിൽ വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാക്കി UAE-യിലെ വെറ്ററിനറി സർജൻമാർ. ഇത്തരമൊരു നേട്ടം മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി. 3 നായ്ക്കളുടെ ഹൃദയവാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് അബുദാബി ബ്രിട്ടീഷ് വെറ്ററിനറി സെന്ററിൽ. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് 7 പേരുടെ വിദഗ്ധ സംഘം. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ 3 നായ്ക്കളും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങിയതായും ഡോക്ടർമാർ. T20 ലോകകപ്പിൽ ഫൈനൽ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്നിറങ്ങും. 2ാം സെമിയിൽ എതിരാളികൾ ഇംഗ്ലണ്ട്. മത്സരം രാത്രി 8 മണിക്ക് ഗയാനയിൽ. കഴിഞ്ഞ ലോകകപ്പിലെ സെമി തോൽവിക്ക് പകരം വീട്ടാൻ ഇന്ത്യ. ICC 2020 റാങ്കിങ്ങിൽ ഓസ്ട്രേലിയൻ താരം രാബ് ഹെഡ് 1ാമത്. നേട്ടം ഇന്ത്യയുടെ സൂര്യകുമാർ യാദവിനെ പിന്തള്ളി. ഫിൽ സാൾട്ട്, ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ എന്നിവരും ആദ്യ 5-ൽ.
ബോളർമാരിൽ ആദിൽ റഷീദ് 1-ാം റാങ്കിൽ. T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്കയുടെ ജയം 9 വിക്കറ്റിന്. 6 റൺസിന് 3 വിക്കറ്റ് നേടിയ മാർക്കോ ജാൻസൺ കളിയിലെ താരം. ചരിത്രത്തിൽ ആദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. യൂറോകപ്പിൽ ബെൽജിയവും റൊമാനിയയും സ്ലോവാക്യയും പ്രീ ക്വാർട്ടറിൽ ജീവൻ മരണപ്പോരിൽ സമനില പിടിച്ച ടീമുകൾ. 4 പോയിന്റുമായി ഒപ്പമെത്തിയിട്ടും ഗോൾ ശരാശരിയിൽ പിന്തള്ളപ്പെട്ട യുക്രൈൻ പുറത്ത്. യൂറോകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ അട്ടിമറിച്ച് ജോർജിയ പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളിനാണ് ജയം. കന്നി അംഗത്തിനിറങ്ങിയ ജോർജിയ ഗ്രൂപ്പ് എഫിൽ നിന്ന് മികച്ച 3-ാം സ്ഥാനക്കാരായി നോക്കൌട്ട് റൗണ്ടിലെത്തി. യൂറോകപ്പ് മത്സരത്തിനിടെ സ്വന്തം കാണികൾ കൂവിയതിലും കപ്പുകൾ വലിച്ചെറിഞ്ഞതിലും അതൃപ്തി പരസ്യമാക്കി ഇംഗ്ലണ്ട് പരിശീലകൻ ഗാരറ്റ് സൗത്ത്ഗേറ്റ്. അസാധാരണമായ സാഹചര്യമെന്ന് വിമർശനം. പിന്തുണയ്ക്കുന്നവർ ടീമിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്ന് ഇംഗ്ലണ്ട് പരിശീലകൻ. കോപ്പ അമേരിക്കയിൽ ജമൈക്കയ്ക്കെതിരെ ഇക്വഡോറിന് ജയം. മത്സരത്തിൽ ഇക്വഡോർ 3-ഉം ജമൈക്ക 1 ഗോളും നേടി. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോയ്ക്കെതിരെ വെനസ്വേലയ്ക്ക് ജയം. 51 മിനിറ്റിൽ സോളമോൻ റെൻഡോൺ നേടിയ ഗോളിലാണ് വെനസ്വേല ജയിച്ചത്. ഇന്ത്യൻ താരം ഉദാന്ത സിംഗ് ഒഡീഷ FC-യിലേക്ക് ഗോവയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് കരാർ ഒപ്പുവെക്കും. ബംഗളൂരുവിനായി 100-ലധികം മത്സരങ്ങൾ കളിച്ച താരം. അന്താരാഷ്ട്ര ഉത്തേജക മരുന്ന് ഏജൻസിയായ വാഡയ്ക്കെതിരെ അമേരിക്കയുടെ ഇതിഹാസ നീന്തൽ താരം മൈക്കോൾ ഹെൽപ്സ്. ഉത്തേജക മരുന്ന് പരിശോധനയിലും നയത്തിലും വെള്ളം ചേർക്കുന്നുണ്ടെന്ന് അമേരിക്കൻ താരം. പിടിക്കപ്പെട്ട ചൈനീസ് താരങ്ങളെ മത്സരിപ്പിക്കാൻ അനുവദിച്ചതിലും വിമർശനം. ചിലിക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ ലിയണൽ മെസ്സി അടുത്ത മത്സരത്തിൽ കളിച്ചേക്കില്ല. നോക്കൌട്ടിലെത്തിയതിനാൽ വിശ്രമം നൽകിയേക്കും. പരിക്ക് സാരമുള്ളതല്ലെന്നും മെസ്സി. മത്സരം പൂർത്തിയാക്കാനായതിൽ സന്തോഷമെന്നും അർജന്റീൻ നായകൻ. 3-ാം മത്സരം പെറുവിനെതിരെ ഞായറാഴ്ച. ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ച കോച്ച് ക്രെയ്ഗ് ഫുൾട്ടൺ. ഒരേയൊരു ഗോൾ കീപ്പറായി മലയാളി താരം PR ശ്രീജേഷും 16-അംഗ ടീമിൽ. ഹർമൻപ്രീത് സിംഗ് ക്യാപ്റ്റൻ. ആദ്യ ഒളിമ്പിക്സിനൊരുങ്ങി ടീമിൽ 5 താരങ്ങൾ. പാരാ ബാഡ്മിന്റണിൽ ചരിത്രം സൃഷ്ടിച്ച IAS ഉദ്യോഗസ്ഥൻ സുഹാസ് L. യതിരാജ്. സുഹാസ് പാരാ ബാഡ്മിന്റണിൽ 1-ാം റാങ്കിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. സുഹാസിന്റെ നേട്ടം ഫ്രഞ്ച് ഇതിഹാസ താരം ലൂക്കാസ് മസൂറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടു. ഓസ്കർ 2024 അക്കാദമി അവാർഡ് നിർണയ ജൂറിയിലേക്ക് SS രാജമൗലിക്കും ഷബാന ആസ്മിക്കും ക്ഷണം. ഷബാന ആസ്മി ആക്ടേഴ്സ് ബ്രാഞ്ചിലേക്കും രാജമൗലിയെ ക്ഷണിച്ചത് സംവിധായകരുടെ ബ്രാഞ്ചിലേക്കും. ഇവരെ കൂടാതെ കോസ്റ്റ്യൂം ഡിസൈനറും രാജമൗലിയുടെ ഭാര്യയുമായ രമ രാജമൗലി, നാട്ടു കൊറിയോഗ്രാഫർ പ്രേം രക്ഷിത്, നിർമ്മാതാവ് റിതേഷ് സിദ്വാനി എന്നിവരും അക്കാദമി ഓഫ് മോഷൻ മിക്സ്ചർ ആർട്സ് ആൻഡ് സയൻസ് ക്ഷണിച്ചത് ലോകമെമ്പാടുമുള്ള 487 കലാകാരന്മാരെ. മലയാള സിനിമയുടെ അകലം പാലിച്ച OTT പ്ലാറ്റ്ഫോമുകൾ. വാങ്ങാൻ ആളില്ലാതെ ഷെൽഫിലുള്ള സിനിമകൾ നിരവധി. തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾക്ക് പോലും തീരെ കുറഞ്ഞ തുക വാഗ്ദാനം ചെയ്ത OTT കമ്പനികൾ.
വിജയിച്ച ചിത്രങ്ങൾ മാത്രം ചെറിയ തുകയ്ക്ക് എടുത്താൽ മതിയെന്ന് തീരുമാനിച്ച പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ. സ്വന്തമായി വെബ് സീരീസുകൾ നിർമ്മിക്കാൻ താൽപര്യപ്പെട്ട കമ്പനികൾ. സ്വതന്ത്ര വീർ സവർക്കർ എന്ന തന്റെ ചിത്രത്തെ ബോളിവുഡ് പിന്തുണച്ചില്ലെന്ന് രൺദീപ് ഹൂഡ. ബോളിവുഡ് സവർക്കർക്ക് നൽകിയത് 0 പിന്തുണ. താൻ ചിത്രം ചെയ്യുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി, ബോളിവുഡിന് വേണ്ടി അല്ലെന്നും രൺദീപ് ഹൂഡ. ആദ്യമായി സ്പേസ് എക്സിൽ ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ISRO. ഫാൽക്കൺ 9 റോക്കറ്റാണ് ഇന്ത്യൻ ഉപഗ്രഹം ബഹിരാകാശത്തെത്തിക്കുക. ഓഗസ്റ്റിൽ വിക്ഷേപണം നടത്തുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, മെസ്സഞ്ചറിൽ കാണുന്ന നീല വളയം മെറ്റയുടെ AI ചാറ്റ് ബോട്ട് എന്ന് വ്യക്തമാക്കി കമ്പനി. ഫീഡുകൾ, ചാറ്റുകൾ എന്നിവയിൽ ഇനി മെറ്റ AI ഉപയോഗിക്കാനാകും. സൗജന്യമായി ഉപയോഗിക്കാനാകുന്ന ഏറ്റവും ബുദ്ധിമാനായ AI അസിസ്റ്റന്റ് ആണെന്നും മെറ്റ. ഇതുപയോഗിച്ച ആപ്പുകളിൽ കാര്യങ്ങൾ ചെയ്യാനും കണ്ടന്റ് സൃഷ്ടിക്കാനും വിഷയങ്ങളിൽ കൂടുതൽ അറിവ് കണ്ടെത്താനും സാധിക്കുമെന്നും കമ്പനി. വളർത്തുമത്സ്യമായ പാക്കുവിനെ വളർത്തുന്നതിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ഉത്തരവ് വിദേശ മത്സ്യങ്ങളെ ഇന്ത്യയിൽ വളർത്താൻ അംഗീകാരം നൽകുന്ന ദേശീയ കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ച്. ദേശീയപാതകളിലെ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം അടുത്ത വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. ഡിസംബറിനുള്ളിൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക. ദേശീയപാതയിലെ 5000 കിലോമീറ്റർ ദൂരം. രാജ്യവ്യാപകമായി പദ്ധതി നടപ്പിലാക്കുക. വേണ്ട പരിഷ്കാരങ്ങൾക്ക് ശേഷം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് 36 കോടി രൂപ ലാഭവിഹിതം നൽകും. തീരുമാനം KFCയുടെ 71ാമത് വാർഷിക പൊതുയോഗത്തിൽ. അറ്റദായത്തിലും ഗണ്യമായ വർധന രേഖപ്പെടുത്തി KFC. വർധന മുൻവർഷത്തെ 50.19 കോടി രൂപയിൽ നിന്ന് 47.54% വായ്പ ആസ്തി ആദ്യമായി 7368 കോടിയിലെത്തിയത്. സ്ഥാപനത്തിന്റെ മൊത്തം ആസ്തി നടപ്പു വർഷത്തിൽ 1064 കോടി രൂപയിലെത്തി. ക്ലബിൽ ഇടം നേടി പ്രമുഖ സ്വകാര്യ ബാങ്കായ ICICI ബാങ്കും. ബാങ്കിന്റെ വിപണി മൂല്യം $100 ബില്യൺ ഭേദിച്ചു. ബാങ്ക് നേട്ടം കൈവരിച്ചത് ഇന്നലെ ഓഹരി വില 2.48% വർദ്ധിച്ച് 1199.5 രൂപയിലെത്തിയതോടെ ICICI ബാങ്ക് വിപണി മൂല്യം $100 ബില്യൺ കടക്കുന്ന 6ാമത്തെ ഇന്ത്യൻ കമ്പനി. ലഹരി വിരുദ്ധ ദിനത്തിൽ കോഴിക്കോട് ജില്ലയിൽ വൻ ലഹരിവേട്ട. 141 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 4 പേർ പിടിയിൽ. പിടിയിലായത് അബിൻ പാറമ്മൽ, അർജുൻ ഒളവണ്ണ, അരുൺ മണക്കടവ്, പാലക്കാട് സ്വദേശി പ്രസീത എന്നിവർ. ലഹരിവേട്ട കുന്നമംഗലം ഭാഗത്ത് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ. കോഴിക്കോട് പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത 8 പേർക്കെതിരെ കേസ്. പരാതിക്കാരനായ അസ്ലം അൽ മൻസൂരിയെ സ്കൂളിന് സമീപം തടഞ്ഞുവെച്ച് ആക്രമിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. അസ്ലമിനെ ആക്രമിച്ചത് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന്. പെരുമ്പാവൂർ ഓടക്കാലിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ ഉച്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓടക്കാലി നെടുമ്പുറത്ത് വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയെ. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
മാധ്യമപ്രവർത്തകർ ജനാധിപത്യത്തിന്റെ സംരക്ഷകരും പൊതുസമൂഹത്തിന്റെ തിരുത്തൽ ശക്തികളുമായി വർത്തിക്കുന്നവരാണെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് IPS. ദുരന്ത മേഖലകളിൽ ജീവൻ തൃണവൽക്കരിച്ച് മാധ്യമപ്രവർത്തകർ നടത്തുന്ന സേവനം ഒരു സുരക്ഷയുമില്ലാതെയെന്നും വി അജിത്. പരാമർശം ജില്ലാ മാധ്യമപ്രവർത്തക ക്ഷേമ സഹകരണ സംഘത്തിന്റെ 1ാം വാർഷിക വേളയിൽ. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചത് മലപ്പുറം പുള്ളാട്ട് ജസീർ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം. പുക ഉയരുന്നത് കണ്ട് പുറകിലുള്ള യാത്രക്കാർ വിവരമറിയിച്ചതോടെ യാത്രക്കാർ രക്ഷപ്പെട്ടു. അഗ്നിശമന സേനയെത്തി തീയണച്ചു. ഇന്ത്യയിൽ സിക വൈറസ് സ്ഥിരീകരിച്ചു. വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ. വൈറസ് ബാധയേറ്റത് 46-കാരനായ ഡോക്ടർക്കും 15-കാരിയായ മകൾക്കും. രോഗലക്ഷണങ്ങൾ കണ്ടതോടെ ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി ബ്ലോക്ക് റോഡ് ജംഗ്ഷനിൽ ബസ് സ്കൂട്ടറിലിടിച്ച് 2 പേർക്ക് പരുക്കേറ്റത് പാലോളി അബ്ദുൽ സലാം, ബഷീർ പൂരിക്കണ്ടി എന്നിവർക്ക്. അപകടമുണ്ടാക്കിയത് കൊയിലാണ്ടിയിൽ നിന്നും ബാലുശ്ശേരിയിലേക്ക് വരികയായിരുന്ന അർച്ചന ബസ്. ഗുരുതരമായി പരുക്കേറ്റ 2 പേരും മൊടക്കല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കോഴിക്കോട് എഗരൂരിൽ ലോറി ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റത് ഓട്ടോ ഡ്രൈവർ സതീശൻ രാജഗിരി, യാത്രക്കാരനായ മധു എന്നിവർക്ക്. ലോറി മറ്റൊരു വാഹനത്തെ മറികടന്ന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ കവർച്ച. 8 പവൻ സ്വർണ്ണാഭരണങ്ങളും 2500 രൂപയും കവർന്നു. സമീപത്തെ വീട്ടിലും മോഷണ ശ്രമം നടന്നതായി പരാതി. കണ്ണൂർ വാണിയപ്പാറയിൽ വളർത്തുമൃഗങ്ങളെ കൂട്ടിലിട്ട് സുരക്ഷിതരാക്കണമെന്ന് വനം വകുപ്പ്. മുന്നറിയിപ്പ്. പ്രദേശത്ത് പുലി ഇറങ്ങിയ സാഹചര്യത്തിൽ കാട്ടാനയ്ക്ക് പിന്നാലെ പുലിയും എത്തിയതോടെ ഭീതിയിലാണ് ഇരട്ടി വാണിയപ്പാറയിലെ ജനങ്ങൾ. മഴയിൽ പട്ടാമ്പി വാടാനംകുറിശി റോഡ് തകർന്നു. പാത നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കവെയാണ് റോഡ് കൂടുതൽ തകർന്നത്. ഇതോടെ യാത്ര ശ്രമകരമായി. നവീകരണ പ്രവൃത്തികൾക്കൊപ്പം തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ജനങ്ങളുടെ ആവശ്യം. മലപ്പുറം കൊണ്ടോട്ടിയിൽ കളിക്കുന്നതിനിടെ വായിൽ കമ്പ് തട്ടി പരിക്കുപറ്റിയ 4 വയസ്സുകാരൻ ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. ജനകീയ സമിതി രൂപീകരിച്ച് കൊണ്ടോട്ടി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം. അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിൽ മരിച്ചത് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ. മരണകാരണം ശസ്ത്രക്രിയയ്ക്ക് മുൻപ് അനസ്തീഷ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ചയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
മഴ കനത്തതോടെ തൃശൂർ കയ്പമംഗലം കമ്പനിക്കടവ് റോഡ് പൂർണ്ണമായി തകർന്നു. റോഡിലെ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിൽ. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ. തത്തമ്മക്കൂടിന് സമീപം കായ്ച്ചത് തത്തമ്മ പോലൊരു പപ്പായ. കൗതുകകരമായ കാഴ്ച ആലപ്പുഴ മുഹമ്മയിൽ തങ്കമണിയുടെ വീട്ടിൽ. തത്തമ്മക്കൂടിന് സമീപത്തുള്ള പപ്പായ മരത്തിലാണ് ഈ കാഴ്ച. ഗതാഗത പ്രശ്നങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തിയ ആലപ്പുഴ ജില്ലാ കളക്ടർ. തുറവൂർ അരൂർ ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളാണ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പരിശോധിച്ചത്. ദേശീയപാതാ വിഭാഗം, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത സംഘം സ്ഥലത്തെത്തി.